രഹസ്യമായിട്ടാണെങ്കിൽ പോലും താൻ കൊടുത്ത അംഗീകാരത്തിന്റെ പേരിലാണ് തന്റെ മകനും അവന്റെ അമ്മയും കഴിയുന്നത്. പരസ്യമായിട്ട് താനത് നിഷേധിച്ചപ്പോൾ അവർ അനാഥരായടോ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? സമ്മതിക്കണമായിരുന്നു. പത്രസമ്മേളനത്തിൽ ഉറച്ചു വിളിച്ചു പറയണമായിരുന്നു. അതിന്റെ പേരിൽ മന്ത്രി കസേര നഷ്ടപ്പെടാൻ പോകണേൽ പോട്ട് പുല്ലെന്ന് വെക്കണമായിരുന്നു. അതാണ് ഡി കെ തന്നെയും എന്നെയും പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത്. മന്ത്രി കസേരയിലിരിക്കാൻ എനിക്ക് കൊതിയൊന്നുമില്ല നെട്ടൂരാനെ. പക്ഷെ എന്റെ ഇമേജിന്റെ പ്രശ്നമാണ്. തന്റെ ഇമേജോ? തനിക്ക് മാത്രമേ ഉള്ള ഇമേജ്. തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്റ്റെല്ലയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജുമില്ലേ? ഇഷേ പ്രോസ്റ്റിറ്റ്യൂട്ട്? തന്റെ കുഞ്ഞ് ഇഷേ ബാസ്റ്റേഡ്? നെട്ടൂരാനെ ഓടോ നെട്ടൂരാനെ. ഞാൻ നോക്കോടോ സ്റ്റെല്ലേ. തന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. എനിക്ക് തന്നെ പോലെ ഇൻകുലാബിന്റെ ഇമേജിലല്ലോ സഖാവെ നഷ്ടപ്പെടാൻ. അഞ്ചു കൊല്ലം മുമ്പ് വ്യക്തിപരമായ കാരണങ്ങളാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിൽ നിന്നും ലീവ് എടുത്ത് മാറി നിന്നിരുന്ന സഖാവ് നെട്ടൂരാൻ സജീവമായി വീണ്ടും പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. സഖാവിന്റെ പാർട്ടിയിലെ സീനിയോറിറ്റിയും കഴിഞ്ഞകാല പ്രവർത്തനവുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വത്തിന് സഖാവ് നെട്ടൂരാൻ അർഹനാണ്. ഇനി സഖാക്കളുടെ അഭിപ്രായം പറയാം. സഖാവ് നെട്ടൂരാന്റെ ആദ്യകാല പ്രവർത്തനവും സീനിയോറിറ്റിയും ഒക്കെ മാനിക്കുന്നു. പക്ഷെ സഖാവിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇനി എടുക്കാൻ പാടില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ 5 കൊല്ലം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിന്ന സഖാവ് നെട്ടൂരാൻ ഇന്ന് നെട്ടൂരാൻ മുതലാളിയാണ്. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. 5 കൊല്ലം പാർട്ടി വിട്ടുന്നല്ലേ? ഇനി 5 കൊല്ലം സഖാവ് നെട്ടൂരാൻ പാർട്ടി പ്രവർത്തിക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കണോ വേണ്ടോ എന്ന്. എന്തും തീരുമാനിക്കാൻ 5 കൊല്ലം അല്ല 10 കൊല്ലം കഴിഞ്ഞാലും നെട്ടൂരാനെ പോലെ മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ഭരണത്തിൽ കയറിയ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ ഇല്ലാത്ത പരാധീനതകൾ ഉണ്ടാക്കി പറഞ്ഞ് പാർട്ടി മന്ത്രിമാരെ സ്വാധീനിച്ച് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അനധികൃതമായി നെട്ടൂരാൻ ഇത്രയധികം കാശുണ്ടാക്കിയത്. നെട്ടൂരാനെ പോലൊരു ബൂർഷ്വാ മുതലാളിക്ക് പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കുകയാണെങ്കിൽ അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള അവഹേളനമായിരിക്കുമെന്നാണ് എന്റെയും ഈ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ഈ അപേക്ഷ പരിഗണിക്കരുത്. നെട്ടൂരാനെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. അതെ, ഞങ്ങൾ എതിർക്കും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. തീരുമാനം ഇപ്പോൾ എടുക്കണം. സഖാവ് നെട്ടൂരാന് പറയാനുള്ളത് പറയാം. പാർട്ടിയോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും പാർട്ടി ഡിസിപ്ലിനോടും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനെന്ന അവകാശവാദമില്ലാതെ എല്ലാ ആദരവോടും കൂടി സഖാവ് നെട്ടൂരാൻ പറയുകയാണ്. വികാരാവേശത്തോടെ എന്റെ സുഹൃത്തുക്കളായ സഖാക്കൾ പറഞ്ഞ വിവരക്കേടിന് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നിർഭാഗ്യകരമായി പോയി. നെട്ടൂരാന്റെ വളർച്ചയാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് പ്രശ്നം. പാർട്ടി വളരാൻ നെട്ടൂരാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇറങ്ങട്ടെ സാർ. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ നെട്ടൂരാനെ. അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ്. അയ്യോ, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വയസ്സൻ ആനയുടെ അത്ര ആവേശമില്ലല്ലോ ആനപ്പുറത്തിരിക്കുന്ന സഖാവിന്റെ ചിന്താബാദ് വിളിക്ക്. നല്ല സ്ട്രോങ് ആയിട്ടൊരു സിന്ദാബാദ് തന്നെ. ഇൻകുലാബ് സിന്ദാബാദ്. ആ, മോന് വിശക്കുന്നുണ്ടല്ലേ? ഇല്ല. കൊണ്ടോട്ടെ, എനിക്കറിയാം. മോൻ ഇറങ്ങി അമ്മച്ചോടി എന്ന് പറ മേശപ്പുറത്ത് എല്ലാം വിളമ്പി വെക്കാൻ. ഉണ്ണിത്താനെ, പാർട്ടിക്കാരുടെ മുമ്പില് ഞാനിപ്പം വെറും മുതലാളി മാത്രമാണോ? അതുകൊണ്ട് ഇപ്പൊ 4 നേരം വല്ലതും കഴിച്ചോണ്ട് കിടക്കുന്നു. അന്ന് നല്ല ബുദ്ധി തോന്നി ഇത്രയും ഉണ്ടാക്കി ഇട്ടില്ലായിരുന്നെങ്കിൽ
സഖാവ് നെട്ടൂരാൻ ഇപ്പൊ പട്ടിണി കോലമായി, അന്നമ്മ പറയി പെറ്റ് പന്തിരികുലം പോലെ 12 പെറ്റ്, അതുങ്ങളെല്ലാം കൂടി വല്ല പലഹാരക്കടയുടെ മുമ്പിലും ചെന്ന് നിന്ന് വായി നോക്കി കൊതിവെള്ളം ഇറക്കുന്നതിന്റെ സഹിക്കാൻ വയ്യാതെ മൊയിലാളി വല്ല കടപ്പുറത്തും ചെന്ന് വിഷമടിച്ച് ചത്തു കഴിയുമ്പോ അന്നമ്മയും പിള്ളേരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്ത് പത്രസമ്മേളനവും നടത്തി നെട്ടൂരാൻ കുടുംബസഹായ ഫണ്ട് ഉണ്ടാക്കി പുഴുങ്ങി ഊട്ടി ഒലത്തിയേനെ പാർട്ടിയിലെ കരിങ്കാലികള്. മതി മതി മതി. എന്താ പിടിക്കണില്ലേ? മതി എങ്കി മതി, മൊയിലാളി എങ്കി മൊയിലാളി. ഉണ്ണിത്താൻ പോയി വല്ലതും കഴിക്കേ. പിന്നെ വരണില്ലേ? ആ 32 ലക്ഷം. 35 ലക്ഷം. എന്താ? എങ്കിൽ 45 ലക്ഷം. 45 ലക്ഷം. 45 ലക്ഷം ഒരു തരം, 45 ലക്ഷം 2 തരം, 45 ലക്ഷം 3 തരം. ലേലം നെട്ടൂർ എന്റർപ്രൈസസ് ഉടമ നെട്ടൂർ സ്റ്റീഫന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നു. 45 ലക്ഷത്തിന് എവിടെ മുതലാകാനാ? ലേലം എനിക്ക് വിട്ടുതരണം. വെറുതെ വേണ്ട. 5 ലക്ഷം രൂപയുണ്ട്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുകളഞ്ഞനെ. നെട്ടൂരാന്ന് അറിയാൽ ഒരു 35 ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും. കഷ്ടിച്ച് നിന്ന് പിഴയ്ക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇതെത്രയുണ്ട്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയെ ലേലത്തിൽ നിന്ന് പിന്മാറാൻ 5 ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും ഒറ്റയടിക്ക് അയാൾ ഉണ്ടാക്കും. കള്ള ബെടുവ. പാർട്ടിയിൽ അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണിത്താനെ. പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനി കള്ളനോട്ടോ വല്ല ആണോ? മൊത്തത്തിൽ അയാളൊരു വ്യാജനാ. പിന്നെ അച്ചായോ, ഏ ഫെലിക്സ് അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. ആ വരുന്നു. നമസ്കാരം അച്ചു. നമസ്കാരം. അച്ഛൻ എഴുന്നാട്ടെ. സുഖമല്ലേ സ്റ്റീഫ? അതെ അച്ചു. എല്ലാ കാര്യങ്ങളും അന്നമ്മ എന്നോട് പറയാറുണ്ട്. പിന്നെ ഞാൻ വന്നത് പള്ളിക്കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യമില്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരാവശ്യം വരുമ്പോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാ ചോദിക്കുക? നമ്മുടെ പള്ളിയുടെ വകയായി ഒരു അനാഥ മന്ദിരം നടത്തുന്ന കാര്യം അറിയാമച്ചോ? ആ, ഇപ്പോ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള 5 പിള്ളേർക്ക് അന്ന ഊട്ടി തുടങ്ങിയതാ. 58 അന്തേവാസികളുണ്ട് ഇപ്പോ. ഇടവക പ്രമാണിമാര് കുരിശടി വലുതാക്കാനും പള്ളി മോടി പിടിപ്പിക്കാനേ കാശ് തരും. ഇക്കാര്യം കേൾക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞ സ്റ്റീഫ, കഷ്ടിച്ച് 2 നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എന്തെങ്കിലും സഹായം ചെയ്യണം, തനിക്ക് കഴിയുന്നത് പോലെ. ഉണ്ണിത്താനെ. ഓ, മുഴുവനും ഉണ്ട്. ഇതാച്ചോ 5 ലക്ഷം രൂപയുണ്ട്. ഇത്രയും വലിയൊരു തുക സ്റ്റീഫ? ഇല്ലച്ചോ, അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അന്ന് അച്ഛൻ തന്ന 50 രൂപയുടെ വില ഈ 5 ലക്ഷത്തിനില്ല. എന്റെ സന്തോഷം ഞാൻ ആരോടാ പറയേണ്ടത്? കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ. പറയാനുള്ളത് പറയേണ്ട സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞില്ല എന്ന് പറയരുത്. 5 ലക്ഷം രൂപയും കൊണ്ട് അസ്ത്രമിട്ട പോലെ ഫെലിക്സ് അച്ഛൻ പോയത്. പാർട്ടി ഉണ്ടാക്കി ഇന്നിപ്പോ പാർട്ടിയിൽ ആരും അല്ലാതായി.